മക്കളെ SCRT ഒരു അടിപൊളി ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അവർ പറഞ്ഞ 710 ഗ്രാം ക്ലോറിൻ ഗ്യാസ് ഉണ്ട്. ഒരു സിലിണ്ടറിൽ 710 ഗ്രാം ക്ലോറിൻ ഗ്യാസ് ഉണ്ട്. 710 ഗ്രാം ആണ്. അതിൽ എത്ര മോളിക്യൂൾ ക്ലോറിൻ ഉണ്ടാവും എന്നുള്ള ക്വസ്റ്റ്യൻ. എന്താ, ഒരു സിലിണ്ടറിൽ 710 ഗ്രാം ക്ലോറിൻ ആണ്. 710 ഗ്രാം ക്ലോറിൻ ഉണ്ട്. ആ 710 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ക്ലോറിൻ മോളിക്യൂൾ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ മോളിക്യൂളിന്റെ എണ്ണം പറയണമെങ്കിൽ മോൾ എത്രയാണെന്ന് അറിയണം. മോൾ അറിഞ്ഞാലേ മോളിക്യൂളിന്റെ എണ്ണം കാണാൻ പറ്റൂ. മോള് കാണാൻ നോക്കിയേ, മോള് കാണാനുള്ള ഇക്വേഷൻ മക്കൾക്ക് അറിയാവുന്നതാണ്. മോൾ ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ്. മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം മോളിക്കുലർ മാസ്. ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം മോളിക്കുലർ മാസ്. മോള് കിട്ടിയാൽ മോളിക്യൂളിന്റെ എണ്ണം കാണാം. കാരണം ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23. അത് ഉറപ്പല്ലേ? ഒരു മോൾ എത്രയാ? 6.022 × 10⁻23 ആണെന്ന് മക്കൾക്കറിയാം. ഇപ്പൊ മോള് കിട്ടിയാൽ എന്ത് കാണാൻ പറ്റും? മോളിക്യൂളിന്റെ എണ്ണം കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇപ്പൊ മോള് കിട്ടണമെങ്കിൽ എന്ത് കാണണം? മാസ് ബൈ മോളാർ മാസ്. മാസ് തന്നിട്ടുണ്ടോ? മാസ് തന്നിട്ടുണ്ട്. എത്രയാ? 710 ഗ്രാം. ഗ്രാം എന്ന് പറഞ്ഞാൽ ആരതാ? മാസന്റെ യൂണിറ്റ് അല്ലേ? അപ്പൊ മാസ് തന്നിട്ട് എത്രയാ? 710 ആണ്. 710. ക്ലോറിന്റെ മോളാർ മാസ് 71. ക്ലോറിന്റെ മോളാർ മാസ് 71. അപ്പൊ എത്ര മോളാ? 10 മോൾ ക്ലോറിൻ. അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആ സിലിണ്ടറിൽ 10 മോൾ ക്ലോറിൻ, 10 മോളിക്യൂൾ അല്ല, 10 മോൾ ക്ലോറിൻ ഉണ്ട്. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? എത്ര മോളിക്യൂൾ ഉണ്ടെന്നാ. 10 മോൾ എത്ര മോളിക്യൂൾ ആണെന്ന് കാണണം. 10 മോൾ എത്ര മോളിക്യൂളാ? 10 × 6.022 × 10⁻23 മോളിക്യൂൾ ക്ലോറിൻ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 മോളിക്യൂൾസ് ആ. അപ്പൊ 10 മോൾ എത്രയാ? 10 × 6.022 × 10⁻23. അപ്പൊ ക്ലിയർ ആയില്ലേ? 2 മാർക്ക് അടിച്ചെടുത്തേ.